നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയമായിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഇതിലൂടെ ഭഗവാൻ ചില മുന്നറിയിപ്പുകൾ തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത്. അസൂയയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭഗവാൻ പറയുന്നതായ കാര്യങ്ങൾ കൃത്യമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. മുൻപ് ചെയ്തിട്ടുള്ളതായ ചില കാര്യങ്ങൾ, തെറ്റിൻ്റെ കർമ്മഫലത്താൽ കൂടി ചില നെഗറ്റീവായ കാര്യങ്ങൾ ഈ സമയം നിങ്ങളെ കൂടുതലായും ബാധിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയായി പരാമർശിക്കുവാൻ സാധിക്കും. പലരും നിങ്ങൾക്കൊരു ഉയർച്ച വന്നപ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അനുകൂലമാകുമോ എന്ന ആശങ്ക ചിലർക്കുണ്ട്. അത്തരത്തിൽ അസൂയയുടെ കണ്ണുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നത് വാസ്തവമാണ്. അത്തരത്തിൽ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പോലും, ഭഗവാന്റെ ഈ മുന്നറിയിപ്പ് നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ഏതൊരു കാര്യവും അംഗീകരിക്കാൻ പറ്റാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളെ വളരെയധികം വേട്ടയാടുന്നു എന്നതും വാസ്തവമാണ്. ചിലർ നിങ്ങളെ അത്തരത്തിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കാര്യങ്ങളിലേക്ക് നിങ്ങളെ നയിച്ച് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. ആ കാര്യങ്ങൾ സാമ്പത്തികപരമായും അല്ലാതെയുമാകാം. നെഗറ്റീവായ അനുഭവങ്ങൾ വളരെയധികം നേരിടേണ്ടതായ സാഹചര്യമുണ്ട്. മനസ്സിൽ പല കാര്യങ്ങളുമുണ്ട്. അത് തുറന്ന് പറയണം എന്ന ആഗ്രഹം പോലും നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് നിങ്ങളെ ദോഷകരമായി ബാധിക്കുമോ എന്ന ചിന്ത നിങ്ങൾക്കുണ്ട്. എന്നാൽ ചില തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്ക് നിങ്ങളോടുണ്ട് എന്നതും വാസ്തവമാകുന്നു. ചില വ്യക്തികൾ ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഇനിയും ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ പല ബന്ധങ്ങളും നിങ്ങൾക്ക് നഷ്ടമാകുന്നതിന് പോലും കാരണമായി തീരാം. ചെയ്യാത്തതായ കാര്യങ്ങൾക്ക് പോലും മാനഹാനി, വളരെയധികം വിഷമങ്ങൾ നിങ്ങൾ നേരിടേണ്ടതായ സാഹചര്യങ്ങൾ പോലും ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ ഇത്തരം കാര്യങ്ങളെ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഭഗവാൻ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്നു എന്നതാണ് വാസ്തവം. അത് കൃത്യമായി മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കണം. ഈ സമയം സംസാര കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരം വ്യക്തികൾ നിങ്ങളുടെ സംസാരങ്ങൾ പോലും വളച്ചൊടിക്കുവാനും നിങ്ങൾ വിചാരിക്കാത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകുവാനും ശ്രമിക്കുന്നു എന്നതാണ് വാസ്തവം. പിന്നീടായിരിക്കും ഇതിൻ്റെ ദൂഷ്യഫലം നിങ്ങൾ മനസ്സിലാക്കുക എന്നതും വാസ്തവമാണ്. അപ്പോഴേക്കും പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും എന്നതും വാസ്തവമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അത് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം. അത്തരം കാര്യങ്ങൾ അനായാസം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. ഏതോ ഒരു കാര്യം ഫേസ് ചെയ്യുവാനുള്ള ഒരു മാനസികമായ ഉറപ്പ് നിങ്ങളിലുണ്ട് എങ്കിലും ചില കാര്യങ്ങളിൽ മറ്റുള്ളവർ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സാഹചര്യം പോലുമുണ്ട് എന്നത് നിങ്ങളുടെ ജീവിതത്തെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം കള്ളത്തരങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്ന പലരും നിങ്ങൾക്കൊപ്പമുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നതും വാസ്തവമായ കാര്യമാണ്. അവർ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നതായ കള്ളത്തരങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തെയും ദോഷകരമായി ബാധിക്കുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ മറ്റുള്ളവരിൽ നിന്നും തീർച്ചയായും ഇവർ നിങ്ങളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നു എന്നും ഇത്തരം വ്യക്തികളെ മനസ്സിലാക്കി അവരിൽ നിന്നും അകന്ന് നിൽക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ രഹസ്യങ്ങൾ ഇവരോട് പറയാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തിയിരുന്ന നിങ്ങളുടെ ചിന്താഗതി തന്നെ ഇവർ മാറ്റിമറിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നും പലപ്പോഴും ഇപ്പോൾ സന്തോഷമോ സമാധാനമോ ലഭിക്കാത്തതായ അവസ്ഥ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. വളരെയധികം കോൺഫിഡൻസ് ഉണ്ടായിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആ കോൺഫിഡൻസ് പകുതിയായി കുറയുന്നു, അല്ലെങ്കിൽ അത് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്.
അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും നഷ്ടമായി കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഇപ്പോൾ ഈ സമയം ജയിച്ചേ തീരൂ എന്നൊരു സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ പോലും അവർ സ്വാധീനം ചെലുത്തുന്ന സാഹചര്യം പോലുമുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് സ്വയം തീരുമാനങ്ങൾ എടുത്ത് പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യവും നിങ്ങളെ വളരെയധികം വിഷമത്തിലേക്ക് തള്ളിവിടുന്നു എന്നതും വാസ്തവമാണ്. ശുഭകരമായ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ കാര്യങ്ങളിൽ പുരോഗതി വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഒരു ബാലൻസ് നിങ്ങൾക്ക് നഷ്ടമാകുന്നു എന്നും ദുരിതങ്ങളും ദുഃഖങ്ങളും നഷ്ടമായി കൊണ്ടിരിക്കുന്ന സാഹചര്യം നിങ്ങൾ സ്വപ്നം കാണുന്നു എങ്കിലും അത് സാധിക്കാത്തതായ അവസ്ഥ, ഒന്ന് തീരുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നവരാണ് നിങ്ങൾ. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടിയേ തീരൂ എന്നതും വാസ്തവമാണ്. അതിനു പോലും ചിലർ വിഘാതം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യമുണ്ട് എങ്കിലും ചില വ്യക്തികൾ അതിന് തടയിടുന്നു എങ്കിൽ അത് ഫലപ്രദമായി നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ ഭഗവാന്റെ ഈ സന്ദേശം കേട്ട് കഴിയുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം കൂടുതലായി ചിന്തിച്ച് ചില കാര്യങ്ങൾ ഒഴിവാക്കുവാനും ചില കാര്യങ്ങൾ നിലനിർത്തുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പുതിയ തുടക്കം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നു. നഷ്ടബോധം ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം തോന്നുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. ഇത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട ഒരു നഷ്ടബോധമാകാം നിങ്ങൾക്ക് തോന്നുക. അത്തരം ചില കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഏതോ ഒരു കാര്യം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്നും കാണുന്നു. ജീവിതത്തിൽ പല കാര്യങ്ങളും അതിജീവിക്കുവാൻ സാധിക്കാതെ വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്ന നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതലായും ഒരു ക്ലാരിറ്റി, വ്യക്തത കൈവരിക്കുവാൻ സാധിച്ചിരിക്കുന്നു എന്നതും വാസ്തവമാണ്. നിങ്ങളെ പ്രവൃത്തി കൊണ്ടല്ല, മറിച്ച് പലരും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ടുകൂടിയാണ് ഇപ്രകാരം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്ന് വരാതിരിക്കുന്നത് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾക്ക് ഇതെല്ലാം അതിജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന പ്രാർത്ഥന ഭഗവാനോടുണ്ട്. അത് ഭഗവാൻ കേൾക്കുകയും നിങ്ങളെ അത്തരം കാര്യങ്ങളിൽ നിന്നും അകറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഇത്തരം വ്യക്തികൾ വീണ്ടും ചില കാര്യങ്ങളുമായി നിങ്ങളെ സമീപിക്കുവാനുള്ള സാഹചര്യം കൂടുതലാണ്. അവരിൽ നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ അത് ഒഴിവാക്കേണ്ടതും അനിവാര്യമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും കൂടുതൽ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഏത് കാര്യത്തിലാണോ നിങ്ങൾ മാറ്റം വരുത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നത് അതിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കുവാൻ സാധിക്കും എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ സമയം ഭഗവാൻ നിങ്ങളിലേക്ക് പോസിറ്റീവായ ചിന്തകൾ തന്നെയാണ് നിറയ്ക്കുക എന്ന കാര്യം ഓർക്കണം. അതിനാൽ നെഗറ്റീവായ ചിന്തകളെ ഒഴിവാക്കുവാനും പോസിറ്റീവായ സമീപനത്തോടെ മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. നടക്കാൻ പോകുന്ന ഏതൊരു കാര്യത്തെക്കുറിച്ചും മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല എന്നത് പലപ്പോഴും നിങ്ങൾ അനുഭവിച്ചു പോരുന്ന വിഷമതകളാണ്. അതുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായേനെ എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. അത്തരം കാര്യങ്ങളിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എങ്കിൽ സാധ്യമാകാം. അനാവശ്യമായ ചിന്തകളെ ഒഴിവാക്കുവാനും ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വീണ്ടും എടുത്തണിയാതിരിക്കുവാനും ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കുന്ന സമയമായി തന്നെ മാറാം. ഈ സമയം ഭഗവാന്റെ ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഉയരങ്ങളിലേക്ക് കുതിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇനി മുതൽ ഒരു ആശ്വാസം ലഭിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിക്കുകയോ പലരെയും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുന്ന സാഹചര്യമോ ഉണ്ട്. ശ്രദ്ധയോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. ഭഗവാൻ നൽകുന്ന ആ പോസിറ്റീവായ ഊർജത്തെ നിങ്ങൾ സ്വീകരിക്കുക.